ഹലോ മക്കളെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ എല്ലാവരും പ്രയാസമാണെന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാർ പഠിച്ചു തന്നെയാണ്, എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ഭാഗം തന്നെയാണെങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങളുടെ മൈൻഡ് ഔട്ട് ആകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. എന്നാലോ എക്സാമിന് കാണാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്നാലും നിങ്ങളുടെ മൈൻഡ് ചെറുതായിട്ടൊന്ന് പതറിപ്പോവാൻ ചാൻസ് ഉള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അവസാന സമയത്തൊന്ന് പറഞ്ഞു പോവാണ്. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്തു വിചാരിക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് എന്താണ് പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക, സെറ്റാണോ ഓക്കെ ആണോ നോക്കുക. ഇനി നിങ്ങൾ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അതെങ്ങനെ തിരുത്താം എന്ന് സ്വന്തമായിട്ട് നോക്കുക. ഇനി ആരും ഹെൽപ്പ് ഒന്നും വേണം, സ്വന്തമായിട്ട് നോക്കുക. ഓക്കെ, സോ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. യെസ്, അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു വിചാരിക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം അല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതിയെടുക്കാം, നീലൊക്കെ എടുക്കാം. നോക്കണം, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഗ്രാം അറ്റോമിക് മാസ് ആരപ്പത് GAM അല്ലേ, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 ഗ്രാം. ഇത് നമുക്ക് അറിയാമല്ലേ, നമ്മൾ പഠിച്ച വാല്യൂ ആണ്. കാർബൺ 12 ആണ്, നൈട്രജൻ 14 ആണ് അല്ലേ, 14 ഗ്രാം ആണ് എന്ത്, നൈട്രജൻ്റെ GAM. ഇനി ഹൈഡ്രജൻ ആണെങ്കിലോ അത് 1 ഗ്രാം ആണ് അല്ലേ, 1 ഗ്രാം ആണ്. ഇനിയോ അമോണിയ ആണെങ്കിലോ, എടാ മക്കളെ അമോണിയ അമോണിയയുടെ GAM എന്ന് നമ്മൾ പറയാറില്ല, പകരം എന്താ പറയാറുള്ളത്, GMM എന്നാണ് പറയാറുള്ളത്. സാർ അതെന്താ അങ്ങനെ, ഇതൊക്കെ നമ്മൾ കുറേ തവണ പറഞ്ഞോട്ടെ, എന്നാലും ഞാൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. എന്താണ്, അമോണിയ ഒരു സംയുക്തമാണ്, ഒരു മോളിക്യൂളാണ്. സോ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് ആർക്കുണ്ടാവുക, അമോണിയക്ക് ഉണ്ടാവുക. ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം അറ്റോമിക് മാസ് ആർക്കുണ്ടാവുക, ആറ്റങ്ങൾക്കാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ എന്താണ്, ആറ്റംസ് ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി NH3 GMM എത്ര മക്കളെ, 17 വരും അല്ലേ. അങ്ങനെ സാറേ 17 വരിക, നൈട്രജൻ്റെ 14, ഹൈഡ്രജൻ 3 വരും, അപ്പോൾ 17 വരും. ഓക്കെ ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ക്വസ്റ്റ്യൻ, ഹൗ മെനി ആറ്റംസ് ഓഫ് കാർബൺ ആർ പ്രസൻറ്റ് ഇൻ 12 ഗ്രാം ഓഫ് ഇറ്റ്. മക്കളെ നമ്മളെ കയ്യിൽ എന്തുണ്ട്, 12 ഗ്രാം കാർബൺ ഉണ്ട്. ആരാണ്, കാർബൺ ഉണ്ട്. അഥവാ 1 GAM ആരുണ്ട്, കാർബൺ ഉണ്ട് അല്ലേ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, 1 GAM കാർബൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 GAM അല്ലേ, 1 GAM നൈട്രജൻ ആയിക്കോട്ടെ, അല്ലെങ്കിലോ 1 GAM ഹൈഡ്രജൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏതൊരാറ്റം 1 GAM എടുത്താലും അതിൽ ആ ആറ്റത്തിൻ്റെ 6.022 × 10⁻23 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഞാൻ എന്ത് ചെയ്തു, ഈ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച എക്സാമ്പിൾ വെച്ച് തന്നെ പറയാണ്, ഇതെന്താണ് 12 ഗ്രാം കാർബൺ ആണെന്ന് കരുതുക. യെസ്, ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. ഇനി ഞാൻ എന്താണ്, ഒരാറ്റം കാർബൺ അല്ലേ, കുറേ ആറ്റംസ് ഓഫ് കാർബൺ ഉണ്ടാവില്ലേ, അതായത് ഒരാറ്റം പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ്, ഒരാറ്റം, 2 ആറ്റം, 3 ആറ്റം, അങ്ങനെ മാറ്റി അവസാനം ഇത് കഴിയുമ്പോഴേക്ക് ഇപ്പുറത്ത് എത്ര ഉണ്ടാവും, 6.022 × 10⁻23 ആരുണ്ടാവും, കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ. ഇനി GMM ആണെങ്കിലോ, ഒറ്റ മിനിറ്റ്, യെസ് നോക്കണം, GMM ആണെങ്കിലോ പറയാം അല്ലേ, നോക്കണം. അതായത് 17 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞാൽ 1 GMM അമോണിയയാണ് അല്ലേ. അപ്പോൾ 1 GMM അമോണിയയാണ് എൻ്റെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര മോൾ അല്ലേ, എത്ര മോളിക്യൂൾസ് എത്ര തന്മാത്ര കിട്ടും, യെസ് 6.022 × 10⁻23 എണ്ണം കിട്ടും. അത്രയും തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് കിട്ടും. സിംപ്ലി പറഞ്ഞാൽ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ഒരു GMM ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു GAM ആയിക്കോട്ടെ അല്ലേ, ഇത് രണ്ടാണെങ്കിലും അതിൽ 6.022 × 10⁻23 10⁻23 GMMകളാണെങ്കിൽ മോളിക്യൂൾസ് അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, തന്മാത്രകൾ ഉണ്ടാവും അല്ലേ. ഇനി GAM ആണെങ്കിലോ അത്രയും ആറ്റംസ് അല്ലേ, അത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. അഥവാ ഈ GMM ഉം GAM ഒക്കെ എന്താണ്, ഇതെല്ലാം ഒരു മോളാണ്. അവിടെയാണ് കളി, ഒരു മോളാണ് അല്ലേ, ഒരു മോൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു മോൾ എന്തെടുത്താലും, ഒരു മോൾ അമോണിയ ആയിക്കോട്ടെ, ഒരു മോൾ കാർബൺ ആയിക്കോട്ടെ, ഒരു മോൾ നൈട്രജൻ ആയിക്കോട്ടെ, GMM ഒരു മോളാണെങ്കിൽ, GAM ആണെങ്കിലും GMM ആണെങ്കിലും ഒരു മോളാണോ, ഇതാ 6.022 × 10⁻23 6.022 × 10⁻23 ആയിരിക്കും ഉണ്ടാവുക.
അത് കിട്ടിയില്ലേ? യെസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഹൗ മെനി ആറ്റംസ് ഓഫ് കാർബൺ ആർ പ്രസൻറ്റ് ഇൻ 12 gram ഓഫ് ഇറ്റ്? അപ്പോൾ നമുക്കറിയാം 12 gram കാർബൺ എന്ന് പറഞ്ഞാൽ 1 GAM കാർബൺ ആണ്, അഥവാ 1 mol കാർബൺ ആണ്, അഥവാ 6.022 ഇൻറ്റു 10⁻23 എണ്ണം അല്ലേ? ഇത്രയും എണ്ണം കാർബൺ ആറ്റങ്ങൾ എന്തുണ്ട് ഇതിലുണ്ട്, ഇത്രയും കാർബൺ ആറ്റംസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായില്ലേ? ഇനി ഏതെങ്കിലും ഭാഗത്ത് വ്യക്തത കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നോട്ടാക്കുക, കേൾക്കുക, മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ മക്കളെ? ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഇൻ 108 ഓഫ് കാർബൺ. 108 gram കാർബൺ ഉണ്ടെങ്കിൽ എത്ര? 108 gram കാർബൺ ഉണ്ടെങ്കിൽ അതിലുള്ള ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കണക്കാക്കുക. മക്കളെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്നാ പറഞ്ഞത് അല്ലേ? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്, അതായത് 108 gram കാർബണിലെ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കണക്കാക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? മോളുകളുടെ എണ്ണം തന്നെയാണ്, നമ്പർ ഓഫ് മോൾസ് ആണ്. ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് GAM എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ GAMകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും ഇത് രണ്ടും എന്താ മക്കളെ? മോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടാണെങ്കിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? മോളുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് മോളുകളുടെ എണ്ണമാണ് അല്ലേ? അപ്പോൾ മോളുകളുടെ എണ്ണം കാണുന്നത് നമുക്കറിയാം അല്ലേ? എത്ര മാസത്തെ ഗിവൺ മാസ് തന്നിരിക്കുന്ന ഭാരം 108 ബൈ GAM എത്ര വരും? 108/12 ആണ് വരിക. ഓക്കെ അല്ലേ? സിമ്പിളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു GAM ആണെങ്കിലും 1 mol ആണ് വരിക. 1 mol ആരാണെങ്കിലും അതിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി അറിയേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അല്ലേ? അതായത് നമ്പർ ഓഫ് GAMകളുടെ എണ്ണം, അഥവാ GAM എന്ന് പറഞ്ഞാൽ മോൾ തന്നെയല്ലേ? സോ മോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന മാസ് ബൈ GAM ചെയ്ത് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ. ഓക്കെ, ശരി. സോ ഇതാണ് ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അവസാനം പറഞ്ഞ കൺക്ലൂഷൻ നേരെ കേൾക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.